ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മഹാരാജ സ്റ്റാറിങ് വിജയ് സേതുപതി, മഹാസിനിമ എന്നാണ് കണ്ടപ്പോൾ സത്യത്തിൽ ഒറ്റ വാക്കി പറയാനുള്ളത്. കിടിലം പടം. കിടിലം പടം എന്ന് വെച്ചാൽ വിത്തൗട്ട് എനി ഡൗട്ട് ഈ ഏറിയയിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് തമിഴ് പടം എന്ന് കണ്ണടച്ച് പറയുന്നു. അത്രയും കിടിലം പടം. ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. അന്യായ സ്ക്രിപ്റ്റ്. ഓക്കെ, അന്യായ സ്ക്രിപ്റ്റ്. പിന്നുള്ളതെന്ന് വെച്ചാൽ മേക്കിങ് അന്യായം. പിന്നെന്ന് വെച്ചാൽ വിജയ് സേതുപതി, പുള്ളി അഭിനയിച്ച് വെച്ചേക്കണ്ടല്ലോ, ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വിജയ് സേതുപതി എനിക്കിഷ്ടമുള്ള ചില സാധനങ്ങളുണ്ട്. അതായത് പുള്ളിയുടെ ഒരു മെയിൻ സാധനമുണ്ട്. അതായത് മുഖത്ത് ഒരു എക്സ്പ്രഷനോ ഒരു ഇമോഷനോ ഒരു വികാരവും ഇല്ലാത്ത പുള്ളിയുടെ അതെങ്ങനെ പറയണമെന്നറിയില്ല. മുഖത്തൊരു വികാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുണ്ട്. അങ്ങനത്തെ പുള്ളിയുടെ ഒരു ആക്ടിങ് ഉണ്ട്. പുള്ളിയുടെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് തോന്നും. പുള്ളിയുടെ ഒട്ടുമിക്ക സിനിമയിലും ആ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഒരു കാര്യം ജസ്റ്റ് ഞാൻ വിജയ് സേതുപതിയുടെ കാര്യം പറഞ്ഞു പോയപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. പടത്തിലേക്ക് വന്നാൽ ഇപ്പം നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും മനസ്സിലായിട്ടുണ്ടാവും. ഈ ലക്ഷ്മി എന്ന് പേരുള്ള ഒരാൾ കാണാണ്ട് പോകുന്നു വീട്ടിൽ നിന്ന്. ജസ്റ്റ് അതിനെ തുടർന്ന് നടക്കുന്ന ഒരു വ്യക്തി, ലക്ഷ്മി എന്ന് പേരുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധനം. ഓക്കെ, അത്രയും പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പറഞ്ഞാൽ പക്കാ സ്പോയിലറായി പോവും. എന്നിട്ട് നിങ്ങൾ തന്നെ കമൻറ്റ് വന്നിട്ട് തെറിയിടിക്കും സ്പോയിലർ കിട്ടുന്നതൊക്കെ പറഞ്ഞു. അത്രയും അറിഞ്ഞാൽ മതി. ലക്ഷ്മി എന്ന് പേരുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധനം കാണാണ്ട് പോവും. അതിനെ തുടർന്ന് നടക്കുന്ന സംഭവമാണ്. പിന്നെ മെയിനായിട്ടുള്ള പെർഫോമൻസൊക്കെ നോക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് ഒന്ന് വിജയ് സേതുപതി, പിന്നെ അനുരാഗ് കശ്യപ് എന്നായിട്ടുള്ള പുള്ളിയിലൊരു റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളി ചെയ്ത റോളൊക്കെ എന്താണെന്ന് കാണുമ്പോൾ തന്നെ അത് മതി, അപ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. കിട്ടിയിലുമാണ്. ഓക്കെ, പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പടത്തിലെ ആക്ഷൻ സീക്വൻസ്. എനിക്ക് പേഴ്സണലി ഈ പടത്തിലെ ആക്ഷൻ സീക്വൻസ് എന്ന് വെച്ചാൽ പക്കാ റിയലിസ്റ്റിക് ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയാണ്, എനിക്ക് പക്കാ റിയലിസ്റ്റിക് ആയിട്ടാണ് തോന്നിയത്. കുറച്ച് മറ്റേ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഒരു റിയലിസ്റ്റിക് ടച്ചായിട്ടാണ് ചെയ്തതായിട്ട് തോന്നിയിരിക്കുന്നത്. അല്ല, അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കിട്ടിയിലാണ്. പക്ഷേ ഈ ഒരു സിനിമയിലെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ആക്ഷൻ സീക്വൻസ് അതൊന്നുമല്ല, ഇമോഷണലായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. കുറേയെന്ന് വെച്ചാൽ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഇരുന്ന് പോവും, അമ്മാതിരി സാധനങ്ങളുണ്ട്. പിന്നെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസൊക്കെ വരും. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവം എന്നൊക്കെ ഇടയിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. ഇതെല്ലാം ക്ലൈമാക്സിൽ അവർ വില്ല് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ക്ലൈമാക്സിൽ കറക്റ്റാക്കിയിട്ട് നിങ്ങളെ കിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് ഇതിൽ കൂടുതലെന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം കണ്ടു വന്നിരിക്കുകയാണ്. അത്രയ്ക്ക് ഇതിലായിട്ടാണ് തോന്നിയത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. അത്യാവശ്യം മാസ് സാധനങ്ങൾക്ക് എന്ന് വെച്ചാൽ മാസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് വെച്ചാൽ ഈ ഇമോഷണൽ കണക്ഷനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും ചില സാധനമൊക്കെ തലയിലുണ്ട്. അത്രയും കണക്റ്റ് ആവും നിങ്ങൾക്ക് ഇമോഷണലി. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഇപ്പം തന്നെ പോയി ബുക്ക് മൈ ഷോ എടുക്കുക, ബുക്ക് ചെയ്യുക, അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണാം. ഒരു കാരണം വെച്ചാൽ നിങ്ങൾ നിരാശപ്പെടില്ല. ഓക്കെ, ഒരു കാരണം വെച്ചാൽ നിങ്ങൾ നിരാശപ്പെടില്ല. നമ്മുടെ ചാനലിൽ ഞാൻ വേറെ ഒരു സിനിമ ഇങ്ങനെ വേണ്ടിയില്ലാവുന്നു. ഒരു കാരണം വെച്ചാൽ നിങ്ങൾ നിരാശപ്പെടില്ല. ധൈര്യമായിട്ട് പോയിക്കോ. സോ അത്രയും പറയാനുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അറിഞ്ഞുകൊണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ചേട്ടൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് തരാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. വേറെ ഒന്നല്ല, നല്ല സിനിമ സീരീസൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ല. പിന്നെ വെച്ചാൽ നമ്മളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അടുത്ത് ഇട്ട രണ്ട് വീഡിയോസും ഞാൻ ജസ്റ്റ് 100 വ്യൂസ്, ഓക്കെ, 100 വ്യൂസ്, 100 വ്യൂസ്, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ജസ്റ്റ് അത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ അടുത്ത് ഇട്ട രണ്ട് വീഡിയോസിന് അത്രയും പോലും കിട്ടാണ്ടായപ്പോൾ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയി. സോ പക്ഷെ ഇപ്പോൾ വീണ്ടും അത് കയറി. സോ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. സോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.